തമിഴക വെട്രിക്കഴകം ഇളയ തളപതി വിജയുടെ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തമിഴക വെട്രിക്കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയെടുത്തത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത്. പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും. ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാവാൻ സാധിക്കും. 1 കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ആർക്കും പിന്തുണ പ്രഖ്യാപിക്കില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും വിജയ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വരുന്ന ഏപ്രിൽ മാസം സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലാണ് വിജയ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തിന്റെ കരിയറിലെ 68ാമത്തെ ചിത്രമാണിത്. ഇതുകൂടാതെ ഒരു ചിത്രം കൂടി താരം ചെയ്യുമെന്നാണ് വിവരങ്ങൾ. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുപ്രധാന തീരുമാനങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് വിജയ്. കരാറൊപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയവും രാഷ്ട്രീയത്തിനു വേണ്ടി മാറ്റിവെക്കുമെന്നും വിജയ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. തമിഴക വെട്രിക്കഴകമെന്നാണ് വിജയ് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പേര്. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എനിക്ക് മറ്റൊരു ജോലിയല്ല, അതൊരു വിശുദ്ധ ജോലിയാണ്. രാഷ്ട്രീയ ഉയരങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ നീളവും പരപ്പും എൻ്റെ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയം ഒരു ഹോബിയല്ല, അത് എൻ്റെ അഗാധമായ ആഗ്രഹമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ ഇതുവരെ കരാറൊപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കും. അതിനുശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ മുഴുകും. വിജയ് പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ പ്രസ്താവനയിൽ തമിഴ് ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. ആരാധകരെല്ലാം വളരെ അത്ഭുതത്തോടെയാണ് ഇതിനെ വീക്ഷിക്കുന്നത്. മലയാളി ആരാധകരടക്കം ഇതിനെ ചോദ്യം ചെയ്തും സോഷ്യൽ മീഡിയകളിൽ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊരു പാർട്ടിയില്ലാതെ നിന്നൂടെ എന്നൊക്കെ പലരും ചോദിക്കുന്നത് കണ്ടു. വിജയ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് ഇതുപോലുള്ള സിനിമാ നടന്മാരുടെ പാർട്ടികൾ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് AIADMK നേതാവ് കോവൈ സത്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒടുവിൽ പൂച്ച ചാക്കിൽ നിന്നും പുറത്തു ചാടി. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ആഗ്രഹം പതിറ്റാണ്ടുകൾക്ക് മുന്നേയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്നാൽ AIADMKയിൽ നിന്നും BJPയുമായുള്ള അലയൻസ് ഒഴിവാക്കിയ സന്ദർഭത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി BJP നടത്തുന്ന ഒരു പ്ലാനാണ് ഇതെന്നാണ് കോവൈ സത്യൻ പറയുന്നത്. ഇതിനു മുമ്പ് BJP രജനീകാന്തിനെ വെച്ചും ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം വല്ലാതെ മുന്നോട്ട് പോയില്ല. ഇപ്പോൾ വിജയിലാണ് അവരുടെ ലക്ഷ്യം. ദക്ഷിണേന്ത്യയിൽ BJPക്ക് പിടിമുറുക്കാൻ വിജയിയെ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഇതെന്നാണ് AIADMK നേതാവ് കോവൈ സത്യൻ പറയുന്നത്. എന്തായാലും വിജയുടെ പുതിയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ നമുക്ക് കാണാം തമിഴ് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എന്ത് മാറ്റം സംഭവിക്കുന്നത്.